നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഫ്രൂട്ട്സിന്റെ ആണ് ഇവിടെ ഇപ്പോൾ നിലവിൽ നമുക്കുള്ളത്? ഇപ്പോൾ നമ്മളിൽ റംബുട്ടാൻ, മാംഗോസിൻ, ദുരിയാൻ, അതേപോലെ തന്നെ സപ്പോട്ടകൾ. ബാഗിൽ നമ്മൾ ചെടികളൊക്കെ ലഭിക്കില്ലേ, അതേപോലെ ഗ്രോ ബാഗിൽ വെച്ചിരിക്കുന്ന തെങ്ങും തൈയാണിത്. ശരിക്കും ഇതൊരു ആർട്ടിഫിഷ്യൽ ഫ്ലവർ ആണെന്ന് തോന്നുന്നു, ഒറിജിനൽ ആണെന്നുള്ള നമുക്ക് തൊട്ട് നോക്കില്ല. അതേപോലെ തന്നെ ഇപ്പോൾ അതിൽ ആ വിരിഞ്ഞ് പറഞ്ഞാലൊക്കെ നല്ല പുതിയ വെറൈറ്റികൾ വരുന്നുണ്ട്. നമ്മുടെ ഉള്ളതിൽ ഏതൊരു വെറൈറ്റി റോസ് എന്ന് പറയുന്നത്? കാശ്മീർ റോസ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട്. ഇത് റെഗുലർ ആയിട്ട് അധികം കേട് വരുന്നില്ല, നന്നായി ഉണ്ടായി വരുന്നുണ്ട്. വ്യത്യസ്ത തരത്തിലുള്ള താമരകൾ, കാശ്മീർ റോസ്, ഒരു പൂന്തോട്ടത്തിലേക്ക് ആവശ്യമായ ഏത് ടൈപ്പൊക്കെ വെറൈറ്റി പ്ലാന്റ്സ് നമുക്ക് വേണോ, ഇൻഡോർ പ്ലാന്റ്സ് വേണോ, സെമി ഇൻഡോർ വേണോ, ഔട്ട്ഡോർ വേണോ, എല്ലാം ഒരേപോലെ ഏറ്റവും വിലക്കുറവിൽ ലഭിക്കുന്ന ഒരു സ്ഥാപനമാണ് മലബാർ ഫാം. അതോടൊപ്പം തന്നെ മലബാർ ഗാർഡൻസ്, മലബാർ ഇൻഡോർ പ്ലാന്റ്സ്. ഇതെല്ലാം ഒരു 60 വർഷത്തോളമായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. തൃശ്ശൂർ പാവർട്ടി സ്വദേശിയായ ലോറൻസ് ചേട്ടനും അദ്ദേഹത്തിൻ്റെ മകൻ ലിജോയും നടത്തുന്ന സ്ഥാപനമാണ് ഈ പറയുന്നത്. ഇവിടുത്തെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന എല്ലാ ടൈപ്പ് ഫ്ലവേഴ്സ്, ഹാങ്ങിങ് ടൈപ്പ്, നമുക്കൊരു വീട്ടിലേക്ക് ആവശ്യമായ ഒരാൾക്ക് ഏത് ടൈപ്പിൽ വേണമെങ്കിലും ആ എല്ലാം നമുക്ക് ആവശ്യപ്പെടുന്ന രീതിയിലുള്ള എല്ലാം ലഭിക്കുന്ന ഒരേ കുടക്കീഴിൽ എല്ലാം എന്ന് പറയുന്ന പോലെ ഒരേ കുടക്കീഴിൽ എല്ലാ ടൈപ്പ് പ്ലാന്റ്സ് ലഭിക്കുന്ന ഒരു സ്ഥാപനമാണ് മലബാർ എന്ന് പറയുന്ന ഈ സ്ഥാപനം. അപ്പോൾ ഇവിടെ നിന്നുള്ള വിശേഷങ്ങൾ കാണാം, എന്തൊക്കെയാണ് ഇവിടുത്തെ വെറൈറ്റീസ് എന്ന് കാണാം. അപ്പോൾ നമുക്ക് ഇത് ഏകദേശം വലിയൊരു ഏരിയ ഉണ്ട്, ഇവർക്ക് പല സ്ഥലങ്ങളിലായിട്ടുണ്ട്. തൃശ്ശൂർ പുഴയ്ക്കലുണ്ട്, ഗുരുവായൂരുണ്ട്, പാവർട്ടിയിലുണ്ട്, പാലുവായിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം വിപുലമായ കാഴ്ചകളിലൂടെ നമുക്ക് കടന്നു പോകാം. മാജറ്റ് മീഡിയയുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ഇതോടൊപ്പമുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് ലഭിക്കും. ഇതിൻ്റെ ഉടമയായിട്ടുള്ള ലോറൻസ് ചേട്ടൻ നമുക്ക് പരിചയപ്പെടാം. എന്തൊക്കെയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ലോറൻസ് ചേട്ടാ, നിങ്ങൾ 3 സ്ഥലത്താണ് ഇതിൻ്റെ ഒരു ബിസിനസ് നടക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള വെറൈറ്റി ഐറ്റംസ്? നമ്മുടെ വെറൈറ്റി എന്ന് വെച്ചാൽ ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ട്, ഫ്രൂട്ട്സുകൾ, റംബുട്ടാൻ, മാംഗോസിൻ, ദുരിയാൻ, സാന്തോള്, അബിയു, അതുപോലെ തന്നെ 10-20 തരം മാവ് വെറൈറ്റികൾ, ഫ്രൂട്ട്സുകളുണ്ട്, കടപ്പ്ളാവുണ്ട്, പ്ലാവ് ഇനങ്ങളിൽ 5 വെറൈറ്റി ഉണ്ട്. ഈ ഏറ്റവും പെട്ടെന്ന് കായ്ക്കുന്ന ടൈപ്പ് ഫ്രൂട്ട്സ് ഏതൊക്കെയുള്ളത്? ഏറ്റവും കായ്ക്കുന്ന ഇപ്പോൾ റംബുട്ടാനൊക്കെ ഒരു 3 വർഷം കൊണ്ട് കായ്ക്കും. അതേപോലെ തന്നെ മാവുകൾ എല്ലാം 3 വർഷം കൊണ്ട് ആവറേജ് കായ്ക്കുന്നതാണ്. പ്ലാവുകൾ, വിയറ്റ്നാം പ്ലാവുകൾ 1-1.5 വർഷം കൊണ്ട് കായ്ച്ചു തുടങ്ങും. മറ്റുള്ള തേൻവരിക്ക, ഗംലസ്, അതേപോലെ തന്നെ പുതിയ ഇനങ്ങളുള്ള പ്ലാവുകളൊക്കെ ഉണ്ട്. അതൊക്കെ 3 വർഷം തന്നെയാണ് കായ്ച്ചു വരുന്നത്. ഞങ്ങളിതൊക്കെ എല്ലാം കൂടി കിട്ടുന്ന ഒരു നഴ്സറി ആക്കിയിട്ടാണ് പവർട്ടിക്ക് അടുത്ത്. ഇവിടെ ഉള്ളതിൽ ഏതൊക്കെ ടൈപ്പ് ഫ്ലവറുകളാണ് ഒരു വെറൈറ്റി ടൈപ്പ് എന്ന് പറയുന്നത്? ഇതിൽ ബാംഗിൾ പൂവ്, കൂടുതൽ സീസൺ ഫ്ലവറുകളാണ് ഉള്ളത്. സീസണിൽ വന്നിട്ട് പോകുന്ന റോസ് ഉണ്ട്, അതേപോലെ തന്നെ മെലസ്റ്റോമ, വിങ്ക റോസ്, ആംബലുകളുണ്ട്, പുതിയ വെറൈറ്റി ആംബലുകളുണ്ട്. അതേപോലെ തന്നെ ഹാങ്ങിങ് ടൈപ്പുള്ള തന്നെ ഒത്തിരി വെറൈറ്റികളുണ്ട്. പിന്നെ സീസൺ ഫ്ലവറുകൾ കൂടുതലുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇൻഡോർ ഐറ്റംസ് ഇഷ്ടംപോലെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നതിൽ എത്ര ടൈപ്പ് വരുന്നുണ്ട്? ഇതിൽ 6 വെറൈറ്റി ആമ്പലുണ്ട്. 6 വെറൈറ്റി. ഇത് നമുക്ക് ആളുകൾക്ക് ഇത് കൊണ്ടുപോകണമെങ്കിൽ തന്നെ ഈ വെള്ളത്തോട് കൂടി തന്നെ കൊണ്ടുപോകണം. വെള്ളം ചരിച്ച് കളഞ്ഞിട്ടാണ് കൊണ്ടുപോകാറ്. അത് കഴിഞ്ഞാൽ വീട്ടിൽ പോയിട്ട് വെള്ളം വീഴ്ത്തണം. പിന്നെ നമ്മളിത് വേറെ ഇതിലേക്ക് മാറ്റി വെക്കണം. വലിയ പോട്ടിലേക്കോ അല്ലെങ്കിൽ ടാങ്കിലോ ഒക്കെ ഇടാറുണ്ട് പലരും കൊണ്ടുപോയിട്ട്. പിന്നെ ഇതിന്റെ മെയിനായിട്ട് വെയിൽ വേണമെന്ന് മാത്രം. നല്ല വെയിൽ, നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് കൂടുതൽ നന്നായി വരിക. തണലുള്ള സ്ഥലത്ത് നന്നായി വരില്ല അത്ര. ഇപ്പൊ നമുക്കിവിടെ ഈ ഹാങ്ങിങ് ടൈപ്പ് സാധനങ്ങളാണെങ്കിൽ ഈ കുറേ ടൈപ്പ് കാണുന്നുണ്ട്. ഇപ്പൊ ഈ ലോക്ക്ഡൌണിലേക്ക് വന്നതിന് ശേഷം ഒരുപാട് ആളുകൾ ഈ ഹാങ്ങിങ് മോഡൽ ഇൻഡോറിലേക്കൊക്കെ തിരിഞ്ഞിട്ടുണ്ട്. ഒരുപാട് വെറൈറ്റി ഹാങ്ങിങ്സ് ഉണ്ട്. അതൊക്കെ നമ്മൾ പുറത്തുനിന്ന് കളക്ട് ചെയ്ത് വരുന്നതാണ്. ഇപ്പൊ ഈ ടൈപ്പിൽ ഏറ്റവും കൂടുതൽ മൂവ്മെന്റ്സ് ഉള്ളത് ഏതൊക്കെയാണ് വരുന്നത്? കട്ടിൽവാനാണ് ഏറ്റവും കൂടുതൽ ലോക്കലായിട്ട് വരുന്നത്, ലോക്കലായിട്ട് പോണത്. പുതിയ വെറൈറ്റി വെരിഗറ്റഡ് വെറൈറ്റീസ് ഒക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട്. അത് ഇതേപോലത്തെ ഹാങ്ങിങ് പ്ലാന്റ്സിൽ വരുന്നുണ്ട്. ഉണ്ട്. ഇപ്പൊ ഇവിടെ ഉള്ളതിൽ അങ്ങനത്തെ ഏതാ ഉള്ളത് ഇപ്പൊ കിടക്കുന്നത്? പിന്നെ അവിടെ ഉണ്ട്, അപ്പുറത്തുണ്ടല്ലേ. അപ്പൊ ഇതില് ഈ വെറൈറ്റി ഒക്കെ കുറച്ചധികം പോകുന്നുണ്ട്, എല്ലാവരും മേടിക്കുന്നുണ്ട്. ഇത് നല്ല ഹാങ് ആയിട്ട് കിടക്കും, ഒത്തിരി താഴോട്ട് ഈ പനങ്കുല പോലെ താഴോട്ട് കിടക്കും, താഴേക്കായിട്ട് വരും. ഇപ്പൊ ഈ ലോക്ക്ഡൌണിലേക്ക് തുടങ്ങിയതിന് ശേഷം ആൾക്കാർ ഒരു മിനിമം ഒരു 2 ഹാങ്ങിങ് സാധനങ്ങളും. അതെ, പച്ചക്കറി തൈകൾ മാത്രം പോലെ ഇതും ഉപയോഗിച്ചു തുടങ്ങിയ ആൾക്കാർ നന്നായിട്ട് പച്ചക്കറി തൈകൾ ഒത്തിരി വിൽക്കുന്നുണ്ട്. നമ്മൾ തന്നെ ഉൽപ്പാദിച്ച് വിൽക്കുന്നതാണ്. ഇപ്പൊ നമ്മളിവിടെ ഒരുപാട് വെറൈറ്റി ടൈപ്പ് ഫ്ലവറുകൾ ഉണ്ടാവുന്ന ടൈപ്പ് ചെടികളുണ്ട്.
അതിൽ ഇപ്പം ഏറ്റവും കൂടുതൽ മൂവ്മെന്റ്സ് ഇപ്പോൾ ഇതിൽ ഏതൊക്കെയാണ്? മൂവ്മെന്റ്സ് നമ്മളെ പണ്ടത്തെ റോസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ മൂവ്മെന്റ്സ് ഉള്ളത്. അത് എത്ര പ്രാവശ്യം നശിച്ചു പോയാലും ജനങ്ങൾ വീണ്ടും വീണ്ടും മാറ്റി മാറ്റി മേടിച്ചോണ്ടിരിക്കും. ഇപ്പൊ നമ്മുടെ ഉള്ളതിൽ ഏതൊരു വെറൈറ്റി റോസ് എന്ന് പറയുന്നത്? കാശ്മീർ റോസ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട്. ഇത് റെഗുലർ ആയിട്ട് അധികം കേട് വരുന്നില്ല, നന്നായി ഉണ്ടായി വരുന്നുണ്ട്. നല്ല വെയിലുണ്ടെങ്കിലും അധികം ട്രീറ്റ് കുറച്ച് കുറവായാലും നന്നായി വരുന്നുണ്ട്. നല്ല റെഡ് കളറിലുള്ളത് കാശ്മീർ റോസ്. രണ്ടും കാശ്മീർ റോസ്. രണ്ടും കാശ്മീർ റോസാണ്. അതിന്റെ ഒരു വെറൈറ്റി മാത്രമാണ്. അതെ, അത് ഇത് പുതിയതായി വരുന്നു, ഇത് അവസാനിച്ച് വരുന്നു, അത്രേ ഉള്ളത്. ഇതൊക്കെ ഏത് ടൈപ്പിൽ? അതൊക്കെ സാധാ റോസിൽ പെട്ടാണ്, കാശ്മീർ റോസ് അല്ല, സാധാ ടൈപ്പിൽ പെട്ട. ഇത് സാധാ ടൈപ്പില്, ആ യെല്ലോ സാധാ ടൈപ്പില്. അതൊന്നും അത്ര ഗ്യാരണ്ടി ഇല്ല. അതൊക്കെ വേഗം വേഗം അത്രയും എങ്ങനെ ട്രീറ്റ് ചെയ്താലും 2-3 മാസം 4 മാസം തന്നെ കൂടുതൽ നിൽക്കണുള്ളൂ. നമ്മളുടെ ഇവിടെ നിൽക്കുന്ന ഈ റോസിൽ കാശ്മീർ റോസ് നിൽക്കുന്നുണ്ട്. ഇത് ഞാൻ ഒത്തിരി സ്ഥലത്ത് പ്ലാന്റ് ചെയ്ത് കൊടുത്തിട്ട്, വെയിലുള്ളടത്ത് പ്ലാന്റ് ചെയ്ത് കൊടുത്തിട്ട് എത്ര മഴ വന്നിട്ടും നമുക്ക് രണ്ടാമതും വെട്ടി ക്ലീൻ ചെയ്ത് കൊടുത്ത് വളം മരുന്നൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായി വീണ്ടും വരുന്നുണ്ട്. ഇതിപ്പോ സാധാരണ ജമന്തി ഭയങ്കര വ്യത്യാസമുണ്ട്. ഒരു വെരിഗേറ്റഡ് കളേഴ്സ് ഹൈബ്രിഡ് ആയിട്ടാണ് ഇത്. നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഇവിടെ വരുന്നുണ്ട്? ഇവിടെ ഒരു 10-12 കളറിൽ വരുന്നുണ്ട്. ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. നല്ല ചിലവുണ്ട്. ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് നന്നായി മേടിക്കേണ്ട ആൾക്കാർ. നമ്മൾക്കിപ്പോൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഒരു 250-300 പോട്ട് വരും. അത് ഏറെക്കുറെ നഴ്സറിക്കാരായിട്ടും വീട്ടുകാരായിട്ടൊക്കെ വിറ്റ് പോകുന്നുണ്ട്. ഇതിപ്പോ ഇതിന്റെ കളറിൽ തന്നെ ഭയങ്കര വെറൈറ്റി. ഇതൊക്കെ പുതിയ കളറുകളാ. പുതിയ കളർ വന്നുള്ള ഇതിലിപ്പോ ഒരു വൈറ്റിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ട് ഉള്ളത് നല്ല വെറൈറ്റി ആണ്. ശരിക്കും ഇതൊരു ആർട്ടിഫിഷ്യൽ ഫ്ലവർ ആണെന്ന് തോന്നുന്നു. ഒറിജിനൽ ആണെന്നുള്ള നമുക്ക് തൊട്ട് നോക്കില്ല. അതേപോലെ തന്നെ ഇപ്പൊ അതിൽ ആ വിരിഞ്ഞ് പറഞ്ഞാലൊക്കെ നല്ല പുതിയ വെറൈറ്റികൾ വരുന്നുണ്ട്. ഇതൊക്കെ കോമൺ ആയിട്ടുള്ള വെറൈറ്റിയാ. ഇതൊരു പുതിയ വെറൈറ്റിയിൽ പെട്ടതാ. ഇതിൽ പ്രത്യേക പേരുണ്ടോ? ക്രിസാന്തമം വെറൈറ്റിയിൽ പെട്ടാണ്. വെറൈറ്റിയിൽ പെട്ടാണ്. ഇതിപ്പോ നമ്മൾ ഈ ജമന്തിക്ക് നമുക്ക് എത്ര കാലം ഇതേപോലെ നിൽക്കും? ഒരു 3-4 മാസം നിൽക്കും. 3-4 മാസം നിൽക്കും. അത്രേ നിൽക്കുള്ളൂ. 4 മാസം നിൽക്കും. 4 മാസം നിൽക്കും. നമ്മളുടെ ഒരു സാധാരണ പഴയ ഒരു നാടൻ ജമന്തി നമ്മള് കട്ട് ചെയ്താലും വീണ്ടും വരും. പക്ഷെ ഇത് വരില്ല. അപ്പൊ നമുക്ക് ഈ ഒരു 4 മാസം കഴിഞ്ഞ് ഇതേപോലെ 4 മാസം അപ്പൊ നമ്മൾ വീണ്ടും വാങ്ങി വെക്കണം. അതിനുള്ള വിലയുള്ളൂ. അതാണ്. ബാഗിൽ നമ്മൾ ചെടികളൊക്കെ ലഭിക്കില്ലേ, അതേപോലെ ഗ്രോ ബാഗിൽ വെച്ചിരിക്കുന്ന തെങ്ങും തൈയാണിത്. ഇതെന്തിനാണ് ആളുകൾ സാധാരണ കൊണ്ടുപോകുന്നത്? സാധാരണ കൊണ്ടുവച്ചാൽ സ്ഥലമില്ലാത്തവരൊക്കെ 1-2 നടന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് കാഴ്ച തെങ്ങുണ്ടോയെന്ന് ചോദിച്ചിട്ട് വരും. അപ്പോൾ കാഴ്ച തെങ്ങുണ്ടെന്ന് പറയും. അപ്പോൾ അതിനകത്ത് ഞാൻ വലിയ ഗ്രോ ബാഗിനകത്ത് സെറ്റ് ചെയ്തെടുക്കുക. 40-40 വീതിയുള്ള ഗ്രോ ബാഗിനകത്ത് സെറ്റ് ചെയ്തിട്ട് ആൾക്കാർ ഇങ്ങനെ കൊണ്ടുപോകാറുണ്ട്. 1-2 മേടിക്കുന്നവർ കൂടുതൽ ചെയ്യുന്നവർ. വേണമെങ്കിൽ ഒരു വില്ല അല്ലെങ്കിൽ പുതിയ വീട്, പുതിയ വില്ല, പിന്നെ ചിലർക്ക് ആകെ 4 സെന്റ് സ്ഥലം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു തെങ്ങെങ്കിലും വെക്കണമെന്ന് നിർബന്ധം ഉണ്ടാവും. കുറേ ഭൂമിയുള്ളവരാവും, പക്ഷേ പറഞ്ഞിട്ട് കാര്യം ടൗണിൽ താമസിക്കണേ. അപ്പോൾ അവർക്ക് ഒരു തെങ്ങെങ്കിലും കാണട്ടെ എന്നിട്ട് മുമ്പിൽ ഒരെണ്ണം കൊണ്ടുവയ്ക്കാൻ വേണ്ടി ഇതുപോലത്തെ വലിയ തെങ്ങ് മേടിച്ചുകൊണ്ട്, മരം കാട്ടിയ തെങ്ങുകൾ മേടിച്ചുകൊണ്ട്. അപ്പോൾ അവർക്ക് തെങ്ങ് കൊണ്ടുപോയി നട്ടന്ന് മുതലേ കായുണ്ടാവും. നമ്മുടെ നഴ്സറിയിൽ ഈ കുരു ഇല്ലാത്ത ചക്ക എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോർഡ് കണ്ടു. അത് എന്തിൽ പെട്ട ഒരു ഐറ്റം? അത് പുതിയൊരു വെറൈറ്റിയാണ്. കുരുവില്ലാത്ത വെറൈറ്റി എന്ന് വെച്ചാൽ ശരിക്കും അലുവര ഒരു ടൈപ്പിലുള്ള ഒരു വെറൈറ്റിയാണ്. നമ്മുടെ പ്ലാവിന്റെ ഇതിൽ നോക്കി കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് കായ്ച്ച വരുന്ന ടൈപ്പ് ഏതാ കൂടിയുള്ളത്? അത് വിയറ്റ്നാം മാത്രമാണ്. വിയറ്റ്നാം. നമുക്ക് ഏകദേശം എത്ര സമയം കൊണ്ട് കിട്ടും? അതൊക്കെ ഒരു 1-1.5 വർഷം കൊണ്ട് കായ്ച്ചു തുടങ്ങും. വിയറ്റ്നാം അത്യാവശ്യം നല്ല പ്രതിരോധ ശേഷിയും വലിപ്പൊക്കെ വരുന്ന ടൈപ്പ് ഇല്ല, ഒരു മീഡിയം ടൈപ്പിലേ. നമുക്കൊരു ചെറിയൊരു പറമ്പിലേക്ക് കുറച്ച് പേരുള്ളത്, പിന്നെ സ്ഥലം കുറച്ച് വേണ്ടോ നിൽക്കാനായിട്ട്. അപ്പൊ അത് അങ്ങനെയുള്ളവരൊക്കെ അത് വാങ്ങിച്ചു വെക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഫ്രൂട്ട്സിന്റെ ആണ് ഇവിടെ ഇപ്പൊ നിലവിൽ നമുക്കുള്ളത്? ഇപ്പൊ നമ്മളതില് റംബുട്ടാൻ, മാംഗോസിൻ, ദുരിയാൻ, അതേപോലെ തന്നെ സപ്പോട്ടകള്, മാവുകള് എന്ന് പറയുന്നത്. ദുരിയാൻ എന്ന് പറഞ്ഞൊരു ഫ്രൂട്ടാണ്. ഒരു മലേഷ്യൻ ഫ്രൂട്ടാണ്. നമ്മൾ സാധാരണ നമ്മുടെ കടകളില് വലിയ കടകളിലൊക്കെ, ഫ്രൂട്ട്സ് കടകളിലൊക്കെ, മാളുകളിലൊക്കെ ഇല്ലാവും. ലുലു മാള് പോലത്തെ അങ്ങനെയുള്ള മാളുകളൊക്കെ ഉണ്ട്. ലിച്ചിയൊക്കെ പുറത്തുനിന്ന് പറഞ്ഞാണ്. നമ്മളെ കടകളിൽ വരുന്നുണ്ട്. പക്ഷെ ലിച്ചി ഇവിടെ കായ്ക്കില്ല. കേരളത്തില് ബുദ്ധിമുട്ടാണ്. ഇടുക്കി ജില്ലയിലാനും കായ്ച്ചെങ്കിൽ കായ്ച്ചു. നമ്മുടെ ഫാമില് നമ്മുടെ ഇവിടെ നമുക്ക് ലിച്ചി ഉണ്ടോ? ലിച്ചിയുടെ തൈ ഉണ്ട്. കറിജല തെങ്ങും തൈ മേടിക്കാൻ വേണ്ടി ഇടിക്കുന്നൊക്കെ വരുമ്പോൾ ലിച്ചി ഉണ്ടോന്ന് ചോദിക്കും. അപ്പൊ വെറൈറ്റി കുറെ പേര് ഫ്രൂട്ട്സിന്റെ വെറൈറ്റി കളക്ട് ചെയ്യുന്നവരുണ്ട്. കുറെ വെക്കുന്നവരുണ്ട്. ഇപ്പൊ പ്ലാവന്നെ 5-8 തരം വെക്കുന്നവരുണ്ട്. മാവുകള് എല്ലാ വെറൈറ്റി, ഇനി പുതിയ വല്ല വെറൈറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു വരുന്നവരുണ്ട്. അപ്പോൾ അവരൊക്കെ കൂടുതലും
ഫ്രൂട്ട്സിൻ്റെ കളക്ഷൻ നടത്തുന്നവർ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇല്ല എന്ന് പറയുമ്പോൾ അത് അത്ര ഇതാവില്ലല്ലോ. അപ്പോൾ നമ്മൾ മേടിക്കണതാണ്. പിന്നെ നമ്മൾ പച്ചക്കറി ഐറ്റംസിൽ പെട്ട വടുകപ്പുളി, കൊടംപുളി, അതേപോലെ തന്നെ ഇരുമ്പമ്പുളി, നെല്ലിപ്പുളി, അരിനെല്ലി എന്ന് പറഞ്ഞ നെല്ലിപ്പുളി, അതൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മളുടെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ആയിട്ട് കണ്ടത് ബഡ് ചെയ്തെടുക്കുന്ന കടച്ചക്കയുടെ ഒരു ഇത് കടച്ചക്ക നമ്മളിവിടെ ഉൽപ്പാദിക്കുന്നതാണ്. ഇവിടെ നമ്മൾ ലയർ ചെയ്തെടുത്തിട്ട് ഉൽപ്പാദിക്കുന്നതാണ്. ബഡിങ്ങും ചെയ്യുന്നുണ്ട്, ലയറിങ്ങും ചെയ്യുന്നുണ്ട്. നമുക്ക് സാധാരണ അത് ഏകദേശം എത്ര സമയം പിടിക്കും നമുക്ക് കായ്ക്കാനാണോ? കായ്ക്കാൻ 3 വർഷം. 3 വർഷം. നമുക്ക് അധികം ഉയരം പോവാതെ തന്നെ ഇതായിട്ട് 3 വർഷം കൊണ്ട് കായ്ക്കുന്നു. 3 വർഷം കൊണ്ട് കടച്ചക്ക ഇപ്പോൾ തമിഴ്നാട്ടിൽ കണ്ടമാനം വെച്ച് തുടങ്ങുന്നുണ്ട്, കൃഷി പോലെ തുടങ്ങുന്നുണ്ട് കുറെ പേര്. കേരളത്തിൽ നമ്മുടെ അവിടെ സാധാരണ ഈ റെഡ് ലേഡി എന്ന് പറഞ്ഞ ഒരു പപ്പക്കായ എന്ന് പറഞ്ഞ ഒരു ഐറ്റം വരുന്നുണ്ട്. നമ്മൾ തൈകൾ വെക്കുന്നുണ്ട്, നമ്മൾ സീഡ് ഭാവിയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഫ്രൂട്ട്സ് ചെടികൾ, പൂക്കളുള്ള ചെടികൾ, താമര, ഒരു ഗാർഡനിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തരം ചെടികളും ലഭിക്കുന്ന തൃശ്ശൂരിലെ ഒരു സ്ഥാപനമാണ് മലബാർ ഗാർഡൻസ്. ഇത് തൃശ്ശൂർ ജില്ലയിലെ പുഴയ്ക്കലിലുണ്ട്, പാവർട്ടിയിൽ അടുത്ത് പാലുവായിലുണ്ട്, ഗുരുവായൂരുണ്ട്. നമുക്ക് ഏത് ടൈപ്പ് ചെടി വേണം, ഇൻഡോർ പ്ലാന്റ്സ് വേണോ അല്ലെങ്കിൽ ഹാങ്ങിങ് ടൈപ്പ് വേണോ, താമര വേണോ, മറ്റു ചെടികൾ വേണോ, ഫ്രൂട്ട്സ് വേണോ, എല്ലാം ലഭിക്കുന്ന, എല്ലാം കൂടി ഒരേ സ്ഥലത്ത് ലഭിക്കുന്ന തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ ഒരു നഴ്സറിയിൽ ഒന്നാണ് മലബാർ ഗാർഡൻസ്.